ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ മക്കളെ ക്യാൻറ്റീൻ ഓപ്പൺ ആക്കിയിട്ടോ. നേരം ഒരു 6:35 ആയിന് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ എണിക്കലും കുട്ടികളെ മദ്രസ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ അങ്ങനെ സമയം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു 6:30 വന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിനു. അപ്പോൾ പിന്നെ എന്താക്കി ഒരു 6:30 ആകുമ്പോഴൊക്കെ കയറി. അങ്ങനെ പിന്നെ കയറി കിച്ചണിലേക്കൊക്കെ നിന്ന് അങ്ങനെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ അടുപ്പും തണൊക്കെ ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ടിട്ട് അതെന്താക്കി കുക്കറിലിട്ട് അടുപ്പത്തവിടെ വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇന്നും അരിയും കൂടിയും ദോശക്ക് അരിയിട്ട് വെച്ച് പിന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ പിന്നെ റൈസ് കുക്കറിലും അങ്ങനെ ഇങ്ങനെ ഒന്നും ഇതാക്കലില്ല കേട്ടോ. നല്ലോണം പൊന്തിയൊക്കെ ചെയ്തിന് കേട്ടോ. പിന്നെ നല്ല തണുപ്പാണല്ലോ ഇപ്പം അത്യാവശ്യം, എന്നാലും പൊന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക, ചൂടത്ത് വെക്കുക, അതൊന്നും ഞാൻ ചെയ്യലില്ല. അരച്ചിട്ട് അങ്ങനെ തന്നെ സ്റ്റോർ റൂമിൽ എന്താക്കുന്നതാണ് അവിടെ തന്നെ സ്ലാമിൽ തന്നെ അവിടെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുക്കൂല, അരക്കുമ്പോൾ ഒന്നും ഉപ്പിട്ട് കൊടുക്കില്ല. രാവിലെ ആ ചൂടാൻ നേരത്തെ ഉപ്പിട്ട് കൊടുക്കുള്ളൂ. അപ്പം എന്താക്കി ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നെന്താക്കി ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ. ഇളക്കി കൂട്ടുമൊക്കെ വേണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ. ചില സമയത്ത് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചൂടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. അപ്പോൾ എന്താക്കി ഓർമ്മയോടെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്. അങ്ങനെ പിന്നെ കുക്കറിലേക്ക് എന്താക്കി ലേശം ഉപ്പ്, ഇതൊരു കുറുമ പോലെ കേട്ടോ. കുറുമാറ് മഞ്ഞപ്പൊടി ഇടാതല്ല, എന്നാലും ഇപ്പം ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഗ്രീൻ പീസ് പലതരത്തിലും വെക്കുമല്ലോ. വറുത്തരച്ചിട്ടും വെക്കും, തേങ്ങ അരച്ച് അങ്ങനെ മല്ലി മുളക് ഇട്ടിട്ട് അങ്ങനെയും വെക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നല്ല വെക്കണത്. ഞാനൊരു കുറുമ പോലെ മഞ്ഞപ്പൊടിയും ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കണത്. അങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിന് കേട്ടോ. അതിനേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാണുമ്പോൾ തന്നെ തോന്നി ഞങ്ങൾക്ക് ഉപ്പ് മഞ്ഞപ്പൊടി കുറവാണ് അതിൽ, എന്നാലും പിന്നെ ചോദിച്ചപ്പോൾ മതി വിചാരിച്ച് അതിന് അതവിടെ കിടന്നങ്ങോട്ട് പോകട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ചായക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിന്ന് ചായ ഇവിടെ വെച്ചാൽ കുട്ടികൾ മദ്രസ ഇട്ട് വന്നാട് ചിലപ്പം കുടിക്കും. പിന്നെ നാഷ്ടക്ക് അങ്ങനെ ചായ വേണമെന്നില്ല, മദ്രസ ഇട്ട് വന്നിട്ട് കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്താ വേഗം വെച്ചിട്ടില്ലെങ്കിൽ ചൂടാറൂല. ചിലപ്പോൾ അവർക്ക് ചൂടോടെ വേണം, ചിലപ്പോൾ ചൂടാറിയിട്ട് വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചമുളകിൻ്റെ ഇതിൻ്റെയൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിന്. അതൊക്കെ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ആ ഗ്രീൻ പീസിലേക്ക് അരവാണ് കേട്ടോ. ഉള്ളിയും വലിയ ജീരകവും പച്ചമുളകും കേട്ടോ. ചെറിയ ജീരകം കൂട്ടുന്നവർക്ക് ചെറിയ ജീരകം കൂട്ടുക, വലിയ ജീരകം കൂട്ടുന്നവർക്ക് വലിയ ജീരകം കൂട്ടുക. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പം പിന്നെ ചോറുണ്ടായിനു, ഇന്നലെ രാത്രി വെച്ച ചോറുണ്ടായി. അത് പിന്നെ അത് തിളപ്പിക്കുക വേണ്ടത്. കുട്ടികൾക്ക് ചില സമയത്ത് ചോറ് വേണമെന്ന് പറയും, ചില സമയത്ത് നാഷ്ട വേണമെന്ന് പറയും. അപ്പോൾ ആ ഇല്ല ചോറ് അങ്ങ് എന്താക്കി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതവിടെ മുടിയടെ വെക്കട്ടെ. ചിലപ്പോൾ സമയം എടുക്കും സമയം ഇങ്ങനെ പോകാത്തോറും ഇങ്ങനെ തുടക്കലും വൃത്തിയാക്കലും തേക്കലും കകലൊക്കെ കഴിയും. ലാസ്റ്റ് ഘട്ടത്തേക്കാണ് പിടുത്തം വിടുക. നോക്കുമ്പോൾ കുക്കർ പിന്നെ വെന്തിന് കേട്ടോ. വെന്തൊക്കെ ചെയ്തിന്. പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് അപ്പോഴത്തേന് ചോറും തിളച്ച്. പിന്നെ എന്താക്കി ഞാൻ ദോശക്കല്ല് വെക്കൽ കുറവാണ്. ഇങ്ങനെ ഈ പൊറോട്ടക്കല്ല് തന്നെ വെച്ച് കൊടുക്കൽ ദോശ ഇടാൻ. പൊറോട്ടക്കല്ല് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ദോശൻ്റെ ചില സമയത്ത് ദോശക്കല്ല് വെച്ച് കൊടുക്കും, ചിലപ്പോൾ എന്നാലും അധികം തന്നെ വെച്ച് കൊടുക്കൽ ഈ ഒരു പൊറോട്ടക്കല്ല് തന്നെയാണ് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ച് വലുപ്പത്തിലൊക്കെ അങ്ങ് ചുട്ടെടുക്കാനോ. പിന്നെ ഉണ്ടല്ലോ പിന്നല്ലേ നമ്മൾ ഈ ഉള്ളിയും ജീരകവും പച്ചമുളകും അരക്കുന്ന സമയത്ത് ഉള്ളി അതിൻ്റെ ഒപ്പം തന്നെ അരക്കാട്ട് കൊടുക്കരുത് കേട്ടോ. തേങ്ങ നല്ലോണം അരിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുള്ളി ചതക്കാനുള്ള, എനിക്ക് ചെറിയുള്ളി മുറിക്കാൻ മടിച്ചിട്ട് ഞാൻ വലിയ സവാള ഇട്ട് കൊടുത്തത്. ചെറിയുള്ളിയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് നമുക്ക്. എന്നിട്ട് എന്താ പറയുക, ഉള്ളി ഒന്ന് ചതങ്ങാനേ പാടുള്ളൂ നല്ലോണം. എന്നിട്ട് എന്താക്കുക, ഒന്ന് ആ ഗ്രീൻ പീസ് ഒന്ന് കുത്തി ഉടക്കുക. ചെറുങ്ങനെ നല്ലോണം വെന്തോട്ടെ. കുരുകുരിയാകുമ്പോൾ നമുക്ക് കറിക്കൊരു മയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഇപ്പം ചാറിൻ്റെ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ ആ തേങ്ങ അരച്ച് കൂട്ടിയത് തന്നെ മതി. ഇവിടെ മക്കൾക്ക് നല്ലോണം ചാറുമാണ് കേട്ടോ. അതുകൊണ്ടൊരു സർവാത്തി ആക്കി കൊടുത്തതാണ് ഇനി.
അത് പിന്നെ തൂമിക്കലും കാച്ചലൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം കുറുക്കുര. അപ്പം നോക്കുമ്പോൾ മഞ്ഞൾ തീരല്ല, വെളുത്തുങ്ങോണ്ടുണ്ട് കറി. പിന്നെ നമ്മൾ ഈ പെരക്കൊക്കെ പിന്നെ പുഴുങ്ങി പൊടിപ്പിക്കണ പൊടിയാണെങ്കിൽ ആ ഫസ്റ്റ് ഇട്ട് കൊടുത്ത് തന്നെ മതി. ഇതിപ്പോൾ നമ്മൾ പീടിയെന്ന് വാങ്ങുന്നതല്ലേ, അപ്പം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കറിയൊക്കെ നല്ലോണം തിളച്ച് ഒക്കെ വന്നപ്പോൾ എന്താക്കി അതങ്ങ് കടുക് വറുക്കാൻ വെച്ചിട്ടോ. വെളിച്ചെണ്ണ നോക്കുമ്പോൾ ഇങ്ങനെ വീണന്നില്ല, തണുപ്പായോണ്ടേ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട് കട്ടായിനി. അപ്പോൾ പിന്നെ മൂടിയൊക്കെ കഴിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കടുക് ഇട്ട് കൊടുത്തു. ഞാൻ എല്ലാ കറിയിലും നല്ലോണം കടുക് ഇട്ട് കൊടുക്കും. അങ്ങനെ പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ കടുക് ഇട്ട് കൊടുത്ത്, ചുവന്ന മുളക് ഇട്ട് കൊടുത്ത്, പിന്നെ കരിയാമ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഇട്ടെടുത്ത് നല്ലോണം അങ്ങ് ഇളക്കി കൊടുത്തിട്ട് അവക്കൊന്ന് ചോന്ന് ആ മുളകിൻ്റെ ഒക്കെ ആ ചോന്ത നിറം അങ്ങ് പോയതിൻ്റെ ശേഷം എന്താക്കുക കുറച്ച് അയക്കാൻ കിട്ടുന്നത്. ഇതിപ്പോൾ സാധാരണ നമ്മൾ കാട്ടും പോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറുക്കൊക്കെ വന്നിന്, ആ സർവാത്തി അങ്ങ് പോയിനി അത്യാവശ്യം. അപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ദോശയും ചുടുന്നുണ്ട് ഇപ്പം കേട്ടോ. അടുക്കളയൊക്കെ ഇങ്ങോട്ട് കയറിയാൽ പിന്നെ 9 മണി വരെയൊക്കെ കയ്യിനൊരു ഒഴിവുണ്ടാവില്ല മക്കളെ, കയ്യിനും ഒഴിവുണ്ടാവില്ല, കാലിനും ഉണ്ടാവില്ല, ബായ്ക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വിളി. എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പാഞ്ഞോടും. ഇൻഷാ അല്ലാ അങ്ങനെ ഒന്ന് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് ഡയറക്റ്റ് വീഡിയോ വേണ്ട ഒരു കമൻറ്റ് ചെയ്യട്ടോ. വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കണത് തന്നെ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. അങ്ങനെ വീഡിയോ വേണോ, അങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെന്ന് കേട്ടോ. ദോശ ഇന്ത്യൻ്റെ മേപ്പൊക്കെ ആകുന്നുണ്ട്, അത് വേറെ വിഷയം. എങ്ങനെയായാലും പള്ളേക്കല്ല. പിന്നെ ഞാൻ എന്തൊക്കെ ചോറ് വേണമെന്ന് മറ്റൊരു പറഞ്ഞതിൻ്റെ ശേഷം തക്കാളി കറി വെച്ചിട്ടോ. തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് എണ്ണയും കരിയാമ്പൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ വെക്കൂലേ, അങ്ങനെ തക്കാളി കറി വെച്ചിട്ട്. ചില സമയത്ത് ഞാൻ തക്കാളി കറി വെക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കിട്ട് കൊടുത്ത് ചിക്കൻ മസാല മട്ടൻ മസാല അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആക്കൂട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് മല്ലിയും മുളകും മഞ്ഞളും ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ചങ്ങ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാണ് കേട്ടോ. പിന്നെ കുട്ടികളെ പാത്രത്തേക്കാക്കി. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾക്ക് ദോശ മതി, മോനിക്ക് ദോശ മതി പറഞ്ഞു. മോനിക്ക് വേഗം പോകണമല്ലോ, ഇവർ വേനിലായതുകൊണ്ട് ഇവർ 9 മണിയാകുമ്പോൾ പോയാൽ മതി, 8:55 ആകുമ്പോൾ പോയത്. അങ്ങനെ പിന്നെ മോനിക്ക് ദോശ ആക്കി കൊടുത്തു. ഈ മക്കൾക്ക് വേറെ പാത്രത്തിലാക്കി കൊടുക്കാമെന്ന് ഏറ്റാൻ പഠിച്ചിട്ടേ വണ്ടി പോണവർക്കും വേണ്ടാന്ന് തന്നെ പറയല്. ഒരു പാത്രത്തിൽ മതി, ചോറും കറിയൊക്കെ ഒന്നിൽ മതി. അങ്ങനെ പിന്നെ ഓർക്ക് ചോറ് മതിയെന്നും പറഞ്ഞ് ഓർക്ക് ചോറും ഓർക്ക് ചോറാണ് കേട്ടോ ആക്കിയത് രണ്ടാക്കും. പിന്നെ ഉപ്പേരി ഒന്നും ആക്കിയിട്ടില്ല. ഇനി പോകണം മക്കളെ, എന്നോ നാളെയായിട്ട് പോകണം, ടൗണിൽ പോകണം. പച്ചക്കറിയൊക്കെ കഴിഞ്ഞിക്കണ്, ഉപ്പേരിക്കില്ല, എല്ലാം കഴിഞ്ഞാണ്. നാളെ മറ്റന്നാൾ എന്നോ നാളെ, ഇന്ന് പറ്റിയ ഇന്ന് പോകണം, നാളെ പറ്റിയ നാളെ പോകണം. പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് വരണം. ഇപ്പം പിന്നെ ചന്തയിൽ നിന്ന് വാങ്ങുന്നതും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതും ഒക്കെ കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തൊക്കെയോ ഓർക്ക് രണ്ടാക്കും തക്കാളി കറിയും ചോറും ആക്കി കൊടുത്ത്. അങ്ങനെ പിന്നെ എന്നും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ മക്കളെ. പിന്നെ ഇപ്പം എന്തെന്നാ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് തരിക. അപ്പോൾ വീഡിയോ നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളെന്താ താത്ത ഈ പെരീത്ത് ഈ ചോറും ചാറും വെക്കണത് തന്നെയാണ് ഈ വെക്കണേ, അല്ല കാണാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ കമൻറ്റ് ചെയ്തോളിട്ടോ. അങ്ങനെ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടേക്കുള്ള വിജയം കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ചോറും കറിയും ഒക്കെ ആക്കി വെള്ളമെല്ലാം ആക്കി കൊടുത്തു. സ്നാക്സിന് ചിപ്സ് ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തയക്കണമല്ലോ. അപ്പോൾ എന്താക്കും തന്നെ ചില ദിവസം ഇങ്ങനെ സ്നാക്സ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കും, ചില ദിവസം കക്കിരി ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകും. നോക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞാണ്. അന്ന് യൂസ്ക്ക് വന്നേരം വാങ്ങിയാൽ പിന്നെ വാങ്ങിയിട്ടില്ലല്ലോ. അന്ന് പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.